അടൂരിൽ അഡ്വക്കേറ്റ് ശാന്തകുമാർ, MM നസീർ, വർക്കല കഹാർ, നെടുമങ്ങാട് മീനാങ്കൽ കുമാർ. അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മീനാങ്കൽ കുമാർ തന്നെ നെടുമങ്ങാട് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വാമനപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാവായ സുധീർ ഷാ പാലോട്, ഷാഫി പറമ്പിലാണ് സുധീർ ഷാ പാലോടിന്റെ പേരിന് വേണ്ടി വാദിച്ചത്. അവിടെ മുൻ DCC അധ്യക്ഷൻ പാലോട് രവിയുടെ പേര് അവസാന ഘട്ടം വരെ ചർച്ചകളിൽ നിറഞ്ഞതിനൊടുവിലാണ് ഷാഫി പറമ്പിന്റെ സമ്മർദ്ദം ഫലം കണ്ടുകൊണ്ട് ഇപ്പോൾ സുധീർ ഷാ പാലോടിനെ വാമനപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി സമർപ്പിച്ചിരിക്കുന്നു. നേമത്ത് KS ശബരിനാഥൻ, അരുവിക്കരയിൽ VS ശിവകുമാർ, പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ, കോട്ടാക്കടയിൽ MR ബൈജു, നെയ്യാറ്റിൻകരയിൽ N ശക്തൻ. ഇങ്ങനെയാണ് 37 പേരുടെ മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെ MPമാർക്ക് സീറ്റ് ഉണ്ടാകില്ല എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം, സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ഹൈക്കമാൻഡ് ശരിവച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ K സുധാകരൻ ഉൾപ്പെടെയുള്ള കടുത്ത നിലപാടെടുത്ത നേതാക്കളെ മെരുക്കാനായി എന്ത് തന്ത്രമാണ് ഇനി ഹൈക്കമാൻഡ് പ്രയോഗിച്ചതെന്ന് മാത്രമാണ് അറിയാനുള്ളത്. സസ്പെൻസുകൾക്ക് വിരാമം. 37 പേരുടെ പട്ടിക കൂടി, അതായത് 95 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ മുഴുവൻ പട്ടികയും പുറത്തു വന്നിരിക്കുന്നു. ഇനി സംസ്ഥാനത്ത് പട്ടികയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട നേതാക്കന്മാരില്ല, പ്രവർത്തകരില്ല. എല്ലാവർക്കും സജീവമായി ചുവരെഴുത്തുകളുമായി ഈ തെരുവുകളിൽ സജീവമാകാം. ഇനി കാത്തിരിക്കുന്നത് നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ദിവസങ്ങൾ. 37 സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ അത്ഭുതങ്ങളൊന്നുമില്ല കാര്യമായി. പക്ഷെ അപ്പോഴും K സുധാകരന് സീറ്റില്ല. പകരം എന്തോ ഒരു ഫോർമുല അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ കോന്നിയിൽ അടൂർ പ്രകാശിന് സീറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആഗ്രഹിച്ചിരുന്നതാണ്. ഒപ്പം പല ആളുകൾ എൽദോസ് കുന്നപ്പള്ളി എന്ന സീറ്റിനായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പെരുമ്പാവൂർ MLAക്ക് സീറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ മത്സരിക്കുന്നു. അരുവിക്കരയിൽ VS ശിവകുമാർ വരുന്നു. നേമത്ത് ശബരിനാഥിന്റെ പേര് നേരത്തെ ഉറപ്പിച്ചിരുന്നു. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് മത്സരിക്കുന്നു. വാമനപുരത്ത് സുധീർ ഷാ പാലോട് വരുന്നു. നെടുമങ്ങാട് മീനാങ്കൽ കുമാർ നേരത്തെ ഉറപ്പിച്ചിരുന്നു. വർക്കല കഹാർ വർക്കലയിൽ ഉറപ്പിച്ചിരുന്നു. MM നസീർ അദ്ദേഹം മത്സരിക്കുന്നത് ചടയമംഗലത്താണ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാകുകയാണ്. അടൂരിൽ അഡ്വക്കേറ്റ് ശാന്തകുമാർ SC മണ്ഡലമാണ്, അവിടെ മത്സരിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങിയാണ്. ആലപ്പുഴയിൽ AD തോമസ് എന്ന കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നുണ്ട്.